ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി BGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ 2 ബ്ലോക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓഡിപ്പസ് കുറിച്ചും ഇലിയാഡിനെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ബ്ലോക്ക് 3 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ബ്ലോക്കിലെയും പോലെ ഈ ഒരു ബ്ലോക്കിൽ 4 യൂണിറ്റുകളാണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? യൂണിറ്റ് 9, യൂണിറ്റ് 10, 11, 12 എന്നീ 4 യൂണിറ്റുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പോട്ട് ഓഫ് ഗോൾഡ് എന്നൊരു കഥ അല്ലെങ്കിൽ അതിന് ആസ്പദമാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ എൻ്റയർ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 9 റോമൻ കോമഡി എന്ന ചാപ്റ്ററാണ് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഞാൻ പറഞ്ഞു പോട്ട് ഓഫ് പ്ലോട്ടസ് എന്ന റൈറ്റർ എഴുതിയ പോട്ട് ഓഫ് ഗോൾഡ് എന്ന കഥയാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. അതിപ്പോൾ അതിൽ നമുക്കൊരു റോമൻ പീപ്പിൾസിന് അല്ലെങ്കിൽ റോമിൽ നടന്ന ഒരു കഥയൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് 9 റോമൻ കോമഡി അല്ലെങ്കിൽ റോമിലെ ഫസ്റ്റ് ആ ഒരു കോമഡിയുടെ ഒറിജിൻ, കോമഡിക്കായിട്ടുള്ള പ്ലേയുടെ ഒറിജിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് 9 പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്കിതിൽ പറയാനുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിലില്ല ഈ ഒരു യൂണിറ്റ് 9. ഇതിൽ ജസ്റ്റ് റോമൻ കോമഡിയുടെ ഒറിജിൻ എങ്ങനെയാണ്, ആരൊക്കെയായിരുന്നു അപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മെയിൻ ഈ ഒരു ബ്ലോക്ക് പഠിക്കാനുള്ളത് പോട്ട് ഓഫ് ഗോൾഡ് എന്നുള്ള ആ ഒരു സ്റ്റോറിയാണ്. അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ മേ ബി ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വലിയ ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസ് ഇല്ല ഈ ഒരു യൂണിറ്റ്. കാരണം ഇതിൽ നമുക്ക് ഈ കഥ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല യൂണിറ്റിൽ പഠിക്കുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവരൊക്കെ ആയിരുന്നു അവിടുത്തെ പ്ലേ റൈറ്റേഴ്സ്. അവരൊക്കെ കാരണമാണ് അവിടെ റോമൻ കോമഡി വന്നത്. ഇറ്റലി കാരണമാണ് അവിടെ ഇങ്ങനെ ഒരു കോമഡി പ്ലേകൾ വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടിരുന്നാൽ മതിയാവും. ഒരുപാട് കാണാപ്പാഠം പഠിക്കേണ്ട. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോമറിൻ്റെ ഇല്ലിയാഡിലൊക്കെ നമ്മൾ ഒരുപാട് കഥയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപാട് കുത്തിയിരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതുപോലെയുള്ള കാര്യം ഈ ഒരു റോമൻ കോമഡി യൂണിറ്റ് 9 കേട്ടോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോഴാണേലും ഈ റോമൻ കോമഡിയെ കുറിച്ച് 20 മാർക്കിനൊക്കെ എഴുതാനായിട്ടുള്ള ചോദ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ചോദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നോർമലി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ ഒരു 5 ചോദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ ഏതെങ്കിലും 3 എണ്ണം നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു 7 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 5 എണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ കഥ അല്ലെങ്കിൽ കവിത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്താൽ 20 മാർക്കിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഒരു 5-6 പേജ് അങ്ങ് എഴുതാം. കാരണം കഥയാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം റിപ്പീറ്റ് ചെയ്ത്. പക്ഷെ റോമൻ കോമഡിയെ കുറിച്ച് ഉള്ള ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എന്ത് എഴുതാനാണ് 20 മാർക്കിന്? 4-5 പേജ് നമുക്ക് അത് എഴുതാനായിട്ട് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇതിൽ പറയുന്ന 10-20 പ്ലേ റൈറ്റേഴ്സിൻ്റെ പേരുകൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, മനസ്സിലായല്ലോ കാര്യം. നമുക്ക് നിങ്ങൾ ഈ യൂണിറ്റ് പഠിക്കുന്ന സമയം ഇതിൽ ബാക്കി ഇമ്പോർട്ടൻ്റ് കഥകളുടെ യൂണിറ്റ് പഠിച്ചു വെച്ചാൽ എക്സാമിന് ആ കഥകളൊക്കെ യൂസ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ റോമൻ കോമഡി പഠിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എക്സാം ടൈമിൽ റോമൻ കോമഡി എന്നുള്ള ആ ഒരു പോർഷൻ കുറച്ച് താഴ്ത്തിയിട്ട് ബാക്കി പോർഷൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കഥയും കവിതയൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ 20 മാർക്കിന് സൂപ്പറായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. റോമൻ കോമഡിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നതെങ്കിൽ അധികം അങ്ങ് എഴുതാൻ പറ്റില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ സംഭവം പിടിയിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോമൻ കോമഡിയെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ കോമഡി പേര് കേട്ടപ്പോൾ മനസ്സിലായല്ലോ, റോമിലെ കോമഡീനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ യൂറോപ്യൻ ഡ്രാമ എടുത്താലും ഇന്ത്യൻ ഡ്രാമയൊക്കെ എടുത്താലും 2 ടൈപ്പ് ഓഫ് ഡ്രാമാസ് ആണ് ഉള്ളത്. ഒന്ന് ഏതാണ്? കോമഡി ആയിട്ടുള്ള ഡ്രാമ ആയിരിക്കും. മറ്റത് ഏതാണ്? ഭയങ്കര സാഡായിട്ടുള്ള ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഭയങ്കര ദുഃഖവും ദുരിതവും ഒക്കെ ചേർന്നിട്ടുള്ള അങ്ങനെ അവസാനിക്കുന്ന ഡ്രാമ ഉണ്ടാവും. ഇപ്പോൾ ഈ ഇല്ലിയാഡ് ഹോമറിൻ്റെ ഇല്ലിയാഡ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡ്രാമകളൊക്കെ എടുത്താൽ അതിലൊരു ഹാപ്പി എൻഡിങ് അല്ല. അവസാനിക്കുന്നത് ദുരന്തം പോലുള്ള ഒരു ക്ലൈമാക്സ് ആണ്.
അതെന്ന് പറഞ്ഞാൽ ട്രാജഡി ആയിരിക്കും, ട്രാജഡിക് ഡ്രാമകളാണ്. ഇനി കോമഡിക് ഡ്രാമ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായിട്ട് കഴിവുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഓൾസോ അതിൻ്റെ എൻഡിങ് ഹാപ്പിയോ ആയിരിക്കും, നല്ല സമാധാനത്തോടെ അവസാനിക്കുന്ന ക്ലൈമാക്സ് വരുന്ന ഡ്രാമകളെ കോമഡിക് ഡ്രാമ എന്നും അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് ഡ്രാമാസ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഒരുപാട് തവണ മുമ്പ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അറിയായിരിക്കുമല്ലോ. അതിൽ ട്രാജഡിക് ആയിട്ടുള്ള ഡ്രാമകൾ നമ്മൾ പഠിച്ചു, ഹോമറിൻ്റെ ഇലിയാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിലെല്ലാം ലാസ്റ്റ് ട്രാജഡിയാണ്. ഇനി നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത്, കോമഡിക്ക് ആയിട്ടുള്ള കോമഡി ഡ്രാമകളാണ്. അപ്പോൾ കോമഡി ഡ്രാമകളെ കുറിച്ച് പറയുമ്പോഴേ ഫസ്റ്റ് ഇതിൻ്റെ ഒറിജിനൊക്കെ വരുന്നത് റോമാണ്, റോമൻ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഒറിജിൻ വന്നിട്ടുള്ളത്. അപ്പോൾ കോമഡി എന്താണ് പറഞ്ഞിട്ടുള്ളത്, എ കോമഡി ഈസ് എ പ്ലേ ദാറ്റ് എംപ്ലോയ്സ് ദ കോമിക് മോഡ് ടു പ്രസന്റ് എ ഡ്രാമ. ദ ജനറേഷൻ ഓഫ് laughter is a primary product of a comic play. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോമഡി ഡ്രാമ കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസിനെ കോമഡി ആയിട്ട് കൊണ്ടുവരുന്നു. കോമഡി ആയിരിക്കും അതിലൊരു മെയിൻ തീമായിട്ട് വരുന്നത്. ഇതാണ് കോമഡിക് ഡ്രാമയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ മിസ്റ്റർ ബീൻ അറിയാമായിരിക്കുമല്ലോ, അങ്ങനെയുള്ള അതുപോലെ ചാർലി ചാപ്ലിനൊക്കെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി എല്ലാ അറിവും നോളജും ഉള്ള ഒരു വ്യക്തിയല്ല, പക്ഷെ അവരുടെ പ്രവൃത്തികൾ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ സെൻട്രൽ ക്യാരക്ടർ ആക്കിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ഡ്രാമയായിട്ട് അവതരിപ്പിക്കുന്നു. ഇതാണ് കോമഡി ഡ്രാമകളുടെ സ്പെഷ്യാലിറ്റി. എക്സാമ്പിൾ നോക്കിയാൽ എന്താണ്, ചാർലി ചാപ്ലിൻ എടുക്കാം. ചാർലി ചാപ്ലിൻ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങൾ നമുക്ക് കാണുമ്പോൾ ചിരി വരും. അങ്ങനെയാണ് അതൊരു കോമഡി പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ കോമഡി ഡ്രാമ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രീക്ക് ഡ്രാമാസ് എടുത്താൽ അവിടെ മെയിനായിട്ട് വരുന്ന കണ്ടന്റ് കോമഡി ഡ്രാമകളാണ്. കോമഡി ഡ്രാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കേണ്ടത് കംപ്ലീറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാമകളല്ല. ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്ന ഡ്രാമകളെയും കോമഡി ഡ്രാമ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ചിരിപ്പിക്കുന്നേയും അല്ലെങ്കിൽ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാമകളല്ല കോമഡി ഡ്രാമയിൽ വരുന്നത്. രണ്ട് കാറ്റഗറി വരും. എന്താണ്, കോമഡി നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥകളും ഉണ്ട്, അതുപോലെ സന്തോഷത്ത് കൊണ്ട് ക്ലൈമാക്സ് വരുന്ന ഡ്രാമകളെയും കോമഡി ഡ്രാമ എന്ന് പറയും. ഓക്കെ, പിന്നെ എന്താണ് കോമഡിയിലൂടെ ഗ്രീക്ക് ഡ്രാമ ഉദ്ദേശിക്കുന്ന കാര്യം, ഗ്രീക്കിലാണ് കൂടുതൽ ഈ കോമഡി ഡ്രാമകൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കോമഡിയിലൂടെ ആ ഒരു നാട്ടിലെ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകളിലേക്ക് കോമഡി ആയിട്ട് അവരത് കാണാനും വന്നിരിക്കും, അവരെ ചിരിപ്പിക്കുകയും ചെയ്യും, സ്ട്രെസ്സൊക്കെ റിമൂവ് ആവുകയും ചെയ്യും. അതിനോടൊപ്പം ആ ഒരു നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് കോമഡി ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. ഇപ്പം എക്സാമ്പിൾ എടുത്താൽ എന്താണ്, ഈ ന്യൂസ് ചാനലുകൾ അറിയാമല്ലോ, ഈ ഏഷ്യനെറ്റ് ന്യൂസ്, മനോരമ, ഇങ്ങനെ ഒരുപാട് ന്യൂസ് ചാനലുണ്ട്. ഇതിലൊക്കെ രാത്രി ഒരു 9:30-9 മണിയാകുമ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കോമഡീസ് ഒക്കെ ചേർത്തിട്ടുള്ള ഓരോ പരിപാടികൾ ഉണ്ടാവും. എനിക്ക് പരിപാടിയുടെ പേരറിയില്ല. 9:30 ആ സമയത്തൊക്കെ ഉണ്ട് ന്യൂസ് ചാനലിലൊക്കെ, മേ ബി കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും. അതിൽ എന്തായിരിക്കും അതിൽ അന്നത്തെ കണ്ടന്റ്, പൊളിറ്റിക്സിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒരു തമാശ രൂപേണ ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചിരിയും വരും അത് കാണുമ്പോൾ, ഓൾസോ സോഷ്യലി നടക്കുന്ന പ്രോബ്ലംസ് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു കോമഡി ഡ്രാമയുടെ സ്പെഷ്യാലിറ്റി. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒറിജിൻസ് ഓഫ് റോമൻ കോമഡി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. Comic drama starting from the Greek dramas of old comedy. Old comedy originated from various informal performance modes such as gymnastics, acrobatics and so on. ഇത് നമ്മൾ പറഞ്ഞ എന്താണ്, ഗ്രീക്ക് ഡ്രാമാസിലാണ് കൂടുതലായിട്ട് കോമഡി ഡ്രാമകൾ ഒറിജിൻ ആയിട്ട് വന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കോമഡി ഡ്രാമകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ഗ്രീക്ക് കോമഡിയുടെ ഒറിജിൻ എടുത്താൽ എങ്ങനെയാണ്, ഗ്രീക്ക് കോമഡി എമർജ്ഡ് ഫ്രം ഫിസിക്കൽ പെർഫോമൻസ് വിച്ച് ലേറ്റർ വെയർ ബ്ലെൻഡഡ് വിത്ത് ഡ്രാമാറ്റിക് സിറ്റുവേഷൻ. എ മോർ ഫോർമലൈസ്ഡ് സെൻസ് ഓഫ് ഡ്രാമ വാസ് ക്രിയേറ്റഡ് ബൈ ഇൻക്ലൂഡിങ് എ സെൻസ് ഓഫ് മ്യൂസിക്, ഡാൻസ് കമ്പൈൻഡ് വിത്ത് എ സ്പെസിഫിക് സോഷ്യൽ സിറ്റുവേഷൻ. അപ്പോൾ ഗ്രീക്കിലുള്ള ആ ഒരു കോമഡി ഫസ്റ്റ് തുടങ്ങിയത് ജസ്റ്റ് ഒരു ക്യാരക്ടർ, ഒന്നോ രണ്ടോ ക്യാരക്ടർ ചെയ്യുന്ന, അവരുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളൊക്കെ ആക്കിയിട്ടുള്ള ഡ്രാമകളായിരുന്നു ഫസ്റ്റ് ഗ്രീക്കിനുണ്ടായിരുന്ന കോമഡി ഡ്രാമ.
പിന്നെ പിന്നെ ഡെവലപ്പ് ആവുന്ന അനുസരിച്ച് അവർ പതിയെ ക്യാരക്ടേഴ്സിന്റെ എണ്ണം കൂട്ടാൻ തുടങ്ങി, മ്യൂസിക് കൊണ്ടുവന്നു, കോറസ്, ഡാൻസേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവർ ഈ ഒരു ഡ്രാമയിലേക്ക് കൊണ്ടുവന്നു. കാരണം കുറച്ചുകൂടെ ലെങ്തി ആക്കി, ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കുറച്ചുകൂടെ ലെങ്തി ആക്കി, കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഒരു ഡ്രാമയിലോട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. ആരാണ്? ഗ്രീക്ക്. പിന്നെ പറഞ്ഞിട്ടുള്ളത് Para-theatrical performance like this were to be found in the most unexpected places, at funerals, processions, dinner parties, in schools, on the streets, in front of temples, in the marketplace, in the countryside, etc. Para-theatrical performance എന്ന് പറയുമ്പോൾ കോമഡി ആയിട്ട് ഡാൻസിലൂടെയും പാട്ടിലൂടെയൊക്കെ അവതരിപ്പിക്കുന്ന ഡ്രാമകളെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദ്യം പർട്ടിക്കുലർ ആയിട്ട് ഒരു ചെറിയ സ്ഥലത്ത് നാടകമൊക്കെ വരുന്ന പോലെ ഒരു സ്റ്റേജൊക്കെ കെട്ടിയാണ് അവർ ആദ്യം ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഡ്രാമ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ ഡെവലപ്പായി. എങ്ങനെയാണ്? ഇപ്പോൾ ശവസംസ്കാര ചടങ്ങിലും, അപ്പൊ പുറത്തുള്ള രാജ്യത്തൊക്കെ അവരിപ്പോ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടി പോലെ നടത്തും. അവിടെ ഇങ്ങനെ ഡാൻസും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. അതുപോലെ അങ്ങനെയുള്ള മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങിലും കല്യാണത്തിനും ലേറ്റ് നൈറ്റ് പാർട്ടീസിലും മറ്റ് ബർത്ത്ഡേ ഫംഗ്ഷൻസിലും ഒക്കെ കോമഡി ഡ്രാമാസ് വന്നു തുടങ്ങി. കാരണം കോമഡി ആയിട്ട് കാണാൻ വരുന്നവർക്ക് ഒരു കോമഡി എന്റർടൈൻമെന്റ് കിട്ടുകയും ചെയ്യും, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അതിലൂടെ കാണികൾക്ക് കിട്ടുകയും ചെയ്യും. ഇതായിരുന്നു എൻ്റെ ഒരു മെസ്സേജ്. അപ്പൊ നിങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കണ്ട കേട്ടോ. ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ടെക്സ്റ്റിൽ ഒരുപാട് കാര്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് അത്രയും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല. സോ അത് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടിയാണ് ഈ ഒരു യൂണിറ്റേ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ നോക്കി പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്കും പാടാവത്തില്ല എക്സാം ടൈമൊക്കെ ആകുമ്പോൾ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ന്യൂ ഗ്രീക്ക് കോമഡിയാണ്. ന്യൂ ഗ്രീക്ക് കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓൾഡ് ഗ്രീക്ക് കോമഡിയാണ്. ഗ്രീക്കിൽ ആദ്യമായിട്ട് ഈ ഒരു കോമഡി ഡ്രാമകളൊക്കെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് പോയി അങ്ങനെ. പിന്നെ ന്യൂ ഗ്രീക്ക് കോമഡി എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് പുതിയതായിട്ട് ഒറിജിനായിട്ട് വരുമല്ലോ, പുതിയ ആൾക്കാരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് വന്നതാണ് ന്യൂ ഗ്രീക്ക് കോമഡി എന്ന് പറയുന്നത്. Menander started the shift to new comedy which presented stock plots and life of the citizen. അപ്പോൾ ന്യൂ ഗ്രീക്ക് കോമഡി ഫസ്റ്റ് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? മെനാൻഡർ ആണ്. അപ്പോൾ മെനാൻഡറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളത് അരിസ്റ്റോഫെയിനെ കുറിച്ചാണ്. അരിസ്റ്റോഫെയിന് ഈ ഒരു ഗ്രീക്ക് കോമഡിയിൽ നല്ലൊരു പങ്ക് വഹിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹവും ഈ സ്പാർട്ട, അതൊരു രാജ്ഞിയാണ് സ്പാർട്ട, സ്പാർട്ട എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ സ്പാർട്ടയായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് യുദ്ധം വരെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഓരോ ഡ്രാമാസ് ഗ്രീക്കിലോട്ട് കൊണ്ടുവന്നത് ഈ ഒരു അരിസ്റ്റോഫെയിനാണ്. അരിസ്റ്റോഫെയിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഫസ്റ്റ് യൂണിറ്റിലൊക്കെ. മെയിൻ ആയിട്ടുള്ള പ്ലേ റൈറ്റേഴ്സിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു അരിസ്റ്റോഫെയിൻ, മെനാൻഡർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അരിസ്റ്റോഫെയിനെ ഫാദർ ഓഫ് കോമഡി എന്ന് പറയുന്നുണ്ട്. ഓൾസോ പ്രിൻസ് ഓഫ് ആൻഷ്യന്റ് കോമഡി എന്നും ഡയറക്ടർ ഓഫ് ഓൾഡ് കോമഡി എന്നും അദ്ദേഹത്തിന് വിശേഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അരിസ്റ്റോഫെയിനെ എന്തൊക്കെയാണ് പറയുന്നത്? ഫാദർ ഓഫ് കോമഡി, പ്രിൻസ് ഓഫ് ആൻഷ്യന്റ് കോമഡി, ഡയറക്ടർ ഓഫ് ഓൾഡ് കോമഡി. അപ്പോൾ കോമഡിയൊക്കെ ആ ഒരു ഗ്രീക്കിലൊക്കെ ഫസ്റ്റ് കൊണ്ടുവന്ന അതിന്റെ പിതാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രാമാസ് ഫസ്റ്റ് ഇറക്കിയത് നമ്മളുടെ അരിസ്റ്റോഫെയിനാണ്. ഈ കാര്യം മനസ്സിലായല്ലോ. അദ്ദേഹം 40ഓളം പ്ലേകൾ എഴുതിയിട്ടുണ്ട്, വർക്കുകൾ എഴുതിയിട്ടുണ്ട്, ഡ്രാമാസ് 40 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിൽ 11 എണ്ണം മാത്രമേ സർവൈവ് ആയി വന്നിട്ടുള്ളൂ. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ അരിസ്റ്റോഫെയിനെ കുറിച്ച് ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ മെനാൻഡറിനെ കുറിച്ച് പറഞ്ഞു. മെനാൻഡർ വരുന്നത് ന്യൂ കോമഡി സെക്ഷനിലാണ്. അരിസ്റ്റോഫെയിൻ ഓൾഡ് കോമഡി, ഗ്രീക്ക് കോമഡി, ആ ഒരു ഒറിജിൻ ടൈമിലാണ് അരിസ്റ്റോഫെയിൻ ഉള്ളതെങ്കിൽ മെനാൻഡർ വരുന്നത് ന്യൂ കോമഡി സെക്ഷൻ. ന്യൂ കോമഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം പീരീഡ് ആണ്, ഒരുപാട് പണ്ട് കാലത്തുള്ളതാണ് അരിസ്റ്റോഫെയിനൊക്കെ. പിന്നെ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ഒക്കെ ആയി വന്ന കാലത്തുള്ളവരാണ് മെനാൻഡറൊക്കെ. അപ്പൊ ഈ മെനാൻഡറൊക്കെ ഡ്രാമാസ് എഴുതിയിരുന്നെങ്കിലും അവരൊക്കെ പിന്നെ വന്ന പുതിയ എഴുത്തുകാര് അരിസ്റ്റോഫെയിനൊക്കെ എഴുതിയ വർക്കുകൾ എടുത്തു വെച്ച് അത് പിന്നെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്താണ് ഡ്രാമാസ് എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ.
പിന്നെ അങ്ങനെ കുറച്ച് പ്ലേ റൈറ്റേഴ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അരിസ്റ്റോഫെയിൻ, ഒന്ന് മെനാൻഡർ, വേറെ ഒരാളാണ് എറിക് സെഗിൾ. അദ്ദേഹം പറയുന്നത് ക്ലാസിക്കൽ ഗ്രീക്ക് ലിറ്ററേച്ചർ ഹാസ് 2 ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് കോമഡി. അതിൽ 2 ടൈപ്പ് കോമഡി ആയിട്ടാണ് ക്ലാസിക്കൽ ഡ്രാമ തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? എറിക് സെഗിൾ. ഇത് ജസ്റ്റ് നിങ്ങൾ കേട്ട് പോവുക കേട്ടോ. പിന്നെ ഒരു ബുക്ക് കയ്യിലെടുത്ത് നോട്ട് ചെയ്ത് പോവുക. നിങ്ങളുടെ അറിവിന് വേണ്ടിയാണല്ലോ ഈ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ജസ്റ്റ് ബുക്ക് വായിച്ചു നോക്കാൻ കുഴപ്പമില്ല. അപ്പോൾ എറിക് സെഗിൾ പറഞ്ഞിട്ടുള്ളത് 2 ടൈപ്പിലുള്ള കോമഡി ക്ലാസിക്കൽ ഡ്രാമകളാണുള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ ഒരുപാട് മ്യൂസിക്കും പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് പോകുന്ന അങ്ങനെയുള്ള ഡ്രാമയായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അങ്ങനെയുള്ള ഡ്രാമകളും ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഡ്രാമ എന്ന് പറയുമ്പോൾ അതിൽ ഇറ്റ് ഹാഡ് നൈദർ കോറസ് നോർ സോങ്സ് നോർ ജോക്സ്. ആ ഡ്രാമയിൽ പാട്ടും ഇല്ല, കോറസ് ഇല്ല, ഒരു 1 man ഷോ പോലെ ഒരാൾ നിന്ന്. എക്സാമ്പിൾ ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ഡ്രാമ, ആ ഒരു ഷോ എടുത്താൽ അതിൽ വേറെ മ്യൂസിക് ഇല്ല, കോറസ് ഇല്ല, ചാർലി ചാപ്ലിൻ മാത്രം സൗണ്ട് ഇല്ലാതെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ആക്ട് ചെയ്യുകയാണ്. പക്ഷെ അതൊരു കോമഡി ഡ്രാമയാണ്. ഇങ്ങനെ 2 ടൈപ്പിലുള്ള ഡ്രാമയുള്ള ഉണ്ടെന്നാണ് എറിക് സെഗിൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ന്യൂ റോമൻ കോമഡിയെ കുറിച്ച് നമുക്ക് അത്രമേ ഇവിടെ പറയാനായിട്ടുള്ളൂ. പിന്നെ കൊടുത്തിട്ടുള്ളത് റൈസ് ഓഫ് ദ റോമൻ എംപയർ ആൻഡ് ദ കോമിക് മോഡ്. Rome had conquered all of Italy and Greece and had defeated Carthaginian wars by the 3rd century BC. അപ്പോൾ റോം, ഇറ്റലി, ഗ്രീസ് അവരെയൊക്കെ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തു. 3rd century BC പിടിച്ചെടുത്തു. During this period, the defeat of a cultural solidity of Greek sword was welting Rome and the rise of drama and other activities flowered in the period that followed. അങ്ങനെ റോം ഈ ഓരോ രാജ്യങ്ങളും യുദ്ധത്തിലൂടെ റോം പിടിച്ചെടുത്തിട്ട് അതിനുശേഷമാണ് ആ ഒരു യുഗം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു സെഞ്ചുറി കഴിഞ്ഞിട്ടാണ് റോമിൽ ഇങ്ങനെയുള്ള ഓരോ ഡ്രാമകൾ, ആർട്ട് ഫോംസ് ഇങ്ങനെയുള്ളതെല്ലാം ഡെവലപ്പായി വന്നത്. കാരണം അതുവരെ വാറും യുദ്ധവും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു റോമിൽ. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു വന്നപ്പോൾ ഡ്രാമാസ് ഡെവലപ്പായി വന്നു. ഓരോ തരത്തിലുള്ള ആർട്ട് ഫോംസ് ആ ഒരു രാജ്യത്തിൽ ഡെവലപ്പായി വന്നു. According to Segal, Sicili's wealth and strategic position came an extra benefit culture. സിലീസ് എന്ന് പറയുമ്പോൾ അതൊരു പ്ലേസ് ആണ്. അവിടുത്തെ വെൽത്ത്, അവിടുത്തെ ധനവും അവിടുത്തെ സമ്പാദ്യവും ഒക്കെ ഈ ഒരു ആർട്ട് ഫോം റോമിൽ നല്ല രീതിയിൽ ക്ലിക്ക് ആവാനായിട്ട് സഹായിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻ ദ 3rd century BC the Romans came into closer contact with the Greeks of southern Italy and Sicily. 3rd century കഴിഞ്ഞപ്പോഴത്തേക്കും റോമൻസ് ഇറ്റലിയും സിസിലി അങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ട് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് ആയി. യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ അടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റിയലൈസ്ഡ് ഹൗ ഇൻഅക്യുറേറ്റ് ഹാഡ് ദെയർ ഓൺ പേഴ്സണൽ ഗ്രോത്ത്. അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫസ്റ്റ് പ്യൂണിക് വാർ ദെയർ കെയിം എ ഡിമാൻഡ് ഓഫ് ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അമ്യൂസ്മെന്റ്. അപ്പോൾ റോം ഈ ഓരോ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഓരോ രാജ്യങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവർ തന്നെ ഗ്രീക്കിൽ നിന്നുള്ള ഗ്രീക്ക് ഡ്രാമാസ് ഉണ്ടല്ലോ, ഗ്രീക്ക് ഡ്രാമാസിലെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് ഡ്രാമാസ് ഇറക്കാൻ തുടങ്ങി, ഡ്രാമാസ് അവതരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഓരോ രാജ്യത്തിലെയും ഡ്രാമകൾക്കും ആർട്ട് ഫോമിനൊക്കെ ഓരോ മെത്തേഡ് ഉണ്ടാവും. നമ്മൾ ഇന്ത്യൻ ഡ്രാമ എടുത്താൽ, ഇന്ത്യൻ സിനിമകളൊക്കെ എടുത്താൽ സ്പെഷ്യാലിറ്റി എന്താ ആണ്? ഒരുപാട് കോസ്റ്റ്യൂംസ് ഉണ്ടാവും, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് പാട്ടുകളൊക്കെ ഉള്ളതാണ് ഇന്ത്യൻ ഡ്രാമ. അതുപോലെ ഈ യൂറോപ്യൻ അല്ലെങ്കിൽ ഗ്രീക്ക് ഡ്രാമാസ് ഒക്കെ എടുത്താൽ ട്രാജഡി ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ഒരുപാട് അങ്ങനെ സന്തോഷപരമായിട്ടുള്ള ഒന്നുമില്ലായിരിക്കും. ഇനി റോമൻ എടുത്താൽ കോമഡി ഡ്രാമകളായിരിക്കും കൂടുതൽ. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ആർട്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ റോം കുറച്ച് 3rd century ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവര് ഗ്രീക്കിലെ ഡ്രാമാസ് ഒക്കെ ഇൻഫ്ലുവൻസ് ആയി അതിൽ നിന്നുള്ള ഓരോ കണ്ടന്റുകളൊക്കെ എടുത്ത് പുതിയ പുതിയ ഡ്രാമകൾ പുറത്തിറക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ 6th century ഒക്കെ ആയപ്പോൾ റോം കയറി ഡ്രാമയുടെ കാര്യത്തിൽ അങ്ങ് വികസിച്ചു, ഒരുപാട് അങ്ങ് വലുതായി. പിന്നെ റോമൻസിന് എഡ്യൂക്കേഷനൊക്കെ അവിടെയുള്ള ആൾക്കാർ തന്നെ പതിയെ മനസ്സിലാക്കി എഡ്യൂക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഡ്രാമ എഴുതണം, എഡ്യൂക്കേഷൻ എല്ലാ ആൾക്കാർക്കും വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും, ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടി. അങ്ങനെ പതിയെ ആ രാജ്യം വികസിച്ചു വന്നു.
പിന്നെ ഡ്രാമ ഇൻ റോം എമർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇൻട്രാക്ഷൻ വിത്ത് ഗ്രീക്ക്. അപ്പോൾ റോമിലെ ഈ ഡ്രാമ ഇങ്ങനെ കയറി ക്ലിക്കായി ഡെവലപ്പായി വരുന്നതിൻ്റെ വൺ ആൻഡ് ഓൺലി റീസൺ ഗ്രീക്കാണ്. ഗ്രീക്ക് അവരെ സഹായിച്ചു. ഗ്രീക്കുമായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഇതൊക്കെയാണ് അതിനെ സഹായിച്ചത്. പിന്നെ എന്താണ്, ഗ്രീക്ക് പ്ലേസ് വുഡ് ഹാവ് ഗിവൺ ദ റോമൻസ് ന്യൂ ഐഡിയാസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ വേൾഡ് ഇൻ റിലേഷൻ ടു ദ സ്റ്റേജ്. അങ്ങനെ ഗ്രീക്ക് ഡ്രാമയിൽ നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ്സും റോമനിൽ ഡ്രാമകൾ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഈ ഒരു സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, റോമിൽ എങ്ങനെയാണ് ഗ്രീക്കുമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രീക്കുമായിട്ട് യുദ്ധമൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഗ്രീക്കിൽ ഓരോ ഡ്രാമകളിൽ നിന്നും ഓരോ ഗുണപാഠങ്ങൾ പഠിച്ച് റോമൻസ് സ്വയം ഡ്രാമാസ് കൊണ്ടുവന്നു, ഒരുപാട് പുതിയ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ എല്ലാവരിലേക്ക് എത്താൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോർഷൻ എന്താണ്, ഇൻഡിജിനസ് പെർഫോമിംഗ് ട്രഡീഷൻസ് ഓഫ് ഇറ്റലി എന്നുള്ള ഒരു പോർഷനാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇറ്റലി ഹാഡ് ഇറ്റ്സ് ഓൺ പെർഫോമൻസ് ട്രഡീഷൻസ് ലൈക്ക് ഫേസ്, സ്ലാപ്സ്റ്റിക്, ഹ്യൂമർ, ജസ്റ്റ്, മോസ്റ്റ്ലി ആൾ ഇംബ്യൂഡ് വിത്ത് ഒബ്സെൻറ്റിറ്റി. ദിസ് ഫോംസ് കണ്ടിന്യൂഡ് അലോങ് വിത്ത് ദ ഡെവലപ്മെന്റ് ഇൻ ടു ദ മോർ സോളിഡ് വൺസ് ഓഫ് കോമഡി ആൻഡ് ട്രാജഡി. ദ ഫാബുല അറ്റലിനി ആൻഡ് ഫെസിനി വേഴ്സസ് വെർ ടു കോൺക്രീറ്റ് ഇൻഡിജിനസ് ഫോംസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ രാജ്യങ്ങൾക്കും ഓരോ ടൈപ്പ് ആർട്ട് ഫോംസ് ഉണ്ടാവും. അവരെഴുതുന്ന ഇപ്പം നമ്മൾ ഇന്ത്യൻ പണ്ടുള്ള സാൻസ്ക്രിറ്റ് ഡ്രാമയൊക്കെ എടുത്താൽ അത് എഴുതിയിട്ടുള്ളത് താളി പോലെകളിലായിരിക്കും. അതൊരു ഫോമാണ്, ആർട്ട് ഫോമാണ് അങ്ങനെയൊക്കെ എഴുതുന്നത്. അതുപോലെ ഇറ്റലിക്ക് 2 ടൈപ്പിലുള്ള ഇൻഡിജിനസ് ഫോംസ് അല്ലെങ്കിൽ ആർട്ട് ഫോംസ് ഉണ്ട്. ഒന്ന് ഫാബുല അറ്റലിനിയും രണ്ടാമത്തത് ഫെസിനി വേഴ്സസും ആണ്. അങ്ങനെ 2 ടൈപ്പിലുള്ളതാണ് ഉള്ളത്. ഇതിൽ ഫാബുല അറ്റലിനെ കുറിച്ച് പറഞ്ഞാൽ ഓസ്കാൻസ് ഗെയിംസ് എന്നാണ് ഈ ഒരു ഫാബുല അറ്റലിനയുടെ ആ ഒരു ആർട്ട് ഫോമിൻ്റെ വേറൊരു പേര് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത അതിലുള്ള ആക്ടേഴ്സൊക്കെ മാസ്ക്ഡ് ആണ്, മുഖം മൂടി ധരിച്ചാണ് അവർ ആ ഒരു ഡ്രാമകളിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു നെയിം വന്നിട്ടുള്ളത് അറ്റല്ല ആൻഡ് ഓസ്കാൻ എന്നുള്ള 2 ടൗൺ ഉണ്ട് അവിടെ തന്നെ. ആ ടൗണുകളിൽ നിന്ന് ആ ഒരു ടൗണിലാണ് ഇങ്ങനെ ഓരോ ഡ്രാമാസ് പെർഫോം ചെയ്തു തുടങ്ങിയത്. സോ അതിൻ്റെ ബഹുമാനാർത്ഥം ആ ഒരു ടൗണുകളുടെ പേരുകൾ ചേർത്താണ്, അറ്റല്ല ഓസ്കാർ എന്നുള്ള 2 ടൗൺസിന്റെ പേര് ചേർത്താണ് ഫാബുല അറ്റലേനി എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. പിന്നെ ഓസ്കാൻ ഡയാലക്റ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു താളിയോലയിലൊക്കെ എഴുതുന്ന പോലെ അവിടെയുള്ള എഴുതുന്ന ഒരു സംഭവമാണ് ഓസ്കാൻ ഡയാലക്റ്റ്, അതിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഫെസിനി വേഴ്സ്, രണ്ടാമത്തെ ആർട്ട് ഫോമാണ് ഫെസിനി വേഴ്സ്. Fecini was were attributed to the town of Etruria. എട്രൂട്രിയ എന്നുള്ള ഒരു ടൗണിൽ നിന്നാണ് ഫെസിനിയ വേഴ്സസ് എന്നുള്ള ആ ഒരു പെർഫോമൻസ് ആർട്ട് ഫോം വന്നത്. Fecini verses were generally performed at celebratory events such as weddings in the popular rural setup. They combined laughter with the social situation. അപ്പോൾ ഈ ഫെസിനി വേഴ്സസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് ഫോം അല്ല. അതിങ്ങനെ നല്ല പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വെഡ്ഡിങ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ടൈപ്പ് ആർട്ട് ഫോമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ അമ്പലങ്ങൾ, പള്ളി, പെരുന്നാളിനൊക്കെയാണ് കൂടുതലായിട്ട് ചെണ്ടമേളം വരുന്നത്. അതൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ ആ ഒരു ആർട്ട് ഫോമിൻ്റെ കാറ്റഗറി ഈ അമ്പലം, പള്ളി അങ്ങനെയുള്ള ഉത്സവ സ്ഥലങ്ങളിലായിരിക്കും അല്ലേ. ഇനി വേറൊരു ആർട്ട് ഫോം ഏതാണ്, കഥകളി അമ്പലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പെരുന്നാളിലൊക്കെ ആയിരിക്കും, ഉത്സവങ്ങളിലായിരിക്കും ആ ഒരു ആർട്ട് ഫോം വരുന്നത്. അതുപോലെ ഈ ഫെസിനി വേഴ്സസ് എന്നുള്ള ഒരു ആർട്ട് ഫോം വരുന്നത് വെഡ്ഡിങ് പോലുള്ള സ്ഥലങ്ങളിലാണ്, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെയാണ് വരുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ പെർഫോമൻസ് ഓഫ് ദിസ് വേഴ്സസ് അറ്റ് വെഡ്ഡിങ് ആൻഡ് ഫ്യൂണറൽ ഇസ് ആൻ ഐഡിയ typical to the Greek and Roman drama is interesting. The two in a sense cover a wide range of spectrum. Marketing one understand that drama was an integral part of each social situation. അങ്ങനെ ഈ ഒരു ആർട്ട് ഫോമൊക്കെ അങ്ങ് അവിടെ റോമനിലൊക്കെ കയറി ക്ലിക്കായിട്ട് എല്ലാ പരിപാടികളിലും, ഇപ്പോൾ കല്യാണം ഉണ്ടോ, മരണമാണോ, ഇനി കുട്ടിയുടെ ബർത്തിൻ്റെ സെലിബ്രേഷനോ, ബർത്ത്ഡേയോ, കല്യാണം, നൂലുകെട്ട്, എന്ത് പരിപാടിയാണേലും അവിടെ എല്ലാം ഓരോ ഡ്രാമാസ് പ്ലേ ചെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള ആ ഒരു
സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡ്രാമകൾ വന്നു തുടങ്ങി. അങ്ങനെ ആ ഒരു നാട്ടിൽ ഡ്രാമ ഇല്ലാതെ പറ്റാത്ത ഒരു സിറ്റുവേഷനായി. ഈ സോഷ്യൽ സിറ്റുവേഷനും ഡ്രാമ ഒരു ഇൻ്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ റോമനിൽ ഈ ഒരു ഡ്രാമാസ് ബിഗിനിങ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്ഡ് ആയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലീവിയസ് ആൻഡ്രോണിക്കസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് റോമൻ ഡ്രാമ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പ്ലേ റൈറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലിവിയസ് ആൻഡ്രോണിക്കസ്. അദ്ദേഹം ഈസ് ബിലീവ്ഡ് ടു ഹാവ് ഫസ്റ്റ് ഡ്രാമാറ്റിക് പെർഫോമൻസ് ഇൻ റോം. റോമിൽ ആദ്യമായിട്ട് ഡ്രാമാറ്റിക് പെർഫോം ചെയ്തത്, ഡ്രാമ അവതരിപ്പിച്ച ആളാണ് ലിവിയസ് ആൻഡ്രോണിക്കസ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇൻ ഗ്രീസ് ഡ്രാമ വാസ് പാർട്ട് ഓഫ് ദ ഫെസ്റ്റിവൽ കാൾഡ് ദ സിറ്റി ഡൈനോഷ്യ ഇൻ അഥൻസ്. നമ്മൾ പറഞ്ഞു റോമിലെ എല്ലാ പരിപാടികൾക്കും ഡ്രാമ എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ആർട്ട് ഫോം ആവുക കേട്ടോ. ഒരു ഡാൻസ് ആവാം, പാട്ടാവാം, നാടകം ആവാം, ഇങ്ങനെ പലതരത്തിലുള്ള ആർട്ട് ഫോം ആവാം ഡ്രാമ. അപ്പോൾ ഗ്രീസിലും ഫെസ്റ്റിവൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ഡ്രാമ. പിന്നെ in Rome festivals were not really accompanied by the dramatic elements. Livius Andronicus is believed to have put up the first dramatic performance in the festivals. അപ്പോൾ റോമിൽ ഉണ്ടായിരുന്ന പരിപാടികൾ അല്ലെങ്കിൽ ആദ്യം ഡ്രാമകളൊന്നും ഇല്ല, നോർമലി ആ ഒരു പരിപാടി കഴിയുന്നു പോകുന്നു. പക്ഷേ ലിവിയസ് ആൻഡ്രോണിക്കസ് എന്നുള്ള ആ ഒരു വ്യക്തിയാണ് ഫസ്റ്റ് ഈ റോമിലെ പരിപാടികളിലേക്ക് ഡ്രാമ കൊണ്ടെത്തിച്ചതെന്നാണ് പറയുന്നത്. ഡ്രാമ ഇൻ റോം വാസ് നോട്ട് ആസ് ക്ലോസ് ടു റിലീജിയൻ ആസ് വാസ് ദ കേസ് വിത്ത് ഗ്രീസ്. അപ്പോൾ റോമിലുള്ള ഡ്രാമകൾ എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം മതപരമായിട്ടുള്ള അതുമായിട്ട് അത്ര ക്ലോസ് അല്ല, നോർമലി സോഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അത്രയാണ് ഈ ഒരു റോമൻ ഡ്രാമയുടെ വ്യത്യാസം. പിന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് വൈസ് പറഞ്ഞുതരാം. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈസ് ബിലീവ്ഡ് ടു ഹാവ് ഫസ്റ്റ് ഡ്രാമാറ്റിക് പെർഫോമൻസ് ഇൻ റോം. റോമിൽ ആദ്യമായിട്ട് ഡ്രാമ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് ലിവിയസ് ആൻഡ്രോണിക്കസ് എന്ന് വിശ്വസിക്കുന്നു. ബിലീവ്ഡ് ആസ് എ ആക്ടർ ഗ്രീക്ക് സ്ലേവ്. അദ്ദേഹം ഒരു ആക്ടറാണ്, നടനുമാണ്, ഓൾസോ ഗ്രീക്കിന്റെ സ്ലേവ് ആണ്, ഗ്രീക്കിലെ ഒരു അടിമയുമാണ് ലിവിയസ് ആൻഡ്രോണിക്കസ്. ഹിസ് വർക്ക്സ് ഡിഫൈൻഡ് ആസ് കോമഡിയ പലിയാറ്റ. അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കോമഡിയ പലിയാറ്റ എന്ന് വിശേഷിക്കപ്പെടുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ കുറച്ച് 2 ആർട്ട് ഫോംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു അതിൻ്റെ പേര്? ഫാബുല ഇറ്റലീനിയും ഫെസിനി വേഴ്സസും. അത് ഓരോ 2 ടൗണിൽ നിന്ന് കിട്ടിയ പെർഫോം ചെയ്ത് വന്നാണ് ആ ഒരു ആർട്ട് ഫോം വന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ആർട്ട് ഫോമാണ് കോമഡിയ പലിയാറ്റ. അപ്പോൾ അത് ഈ ലിവിയസ് ആൻഡ്രോണിക്കസ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ഗ്രീക്ക് ഡ്രാമയിൽ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലോട്ടസിനെ കുറിച്ചാണ്. പ്ലോട്ടസ് ആരാണെന്നും എന്താണെന്നുമാണ് ജസ്റ്റ് ഒരു കുറച്ചൊരു പോർഷനേ ഉള്ളൂ കേട്ടോ പ്ലോട്ടസിനെ കുറിച്ച്. പ്ലോട്ടസ് ആണ് നമ്മളിപ്പോൾ അടുത്ത യൂണിറ്റിൽ പഠിക്കാൻ പോകുന്ന പോർട്ട് ഓഫ് ഗോൾഡ് എന്നുള്ള സ്റ്റോറി എഴുതിയത് പ്ലോട്ടസ് ആണ്. അപ്പോൾ അദ്ദേഹം ഒരു റോമൻ പ്ലേ റൈറ്റർ ആണ്, ലാറ്റിൻ പീരീഡിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പ്ലോട്ടിന്റെ വർക്കുകളെ പ്ലോട്ടൈൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. മൈസിയസ് പ്ലോട്ടസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു പോർഷൻ വരുന്നത് റോമൻ ട്രഡീഷൻസിനെ കുറിച്ച് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. റോമൻ ഗെയിംസ് ഓർ ലുഡി റൊമാനി വാസ് എ പ്ലാറ്റ്ഫോം ഫോർ the performance of the acrobats, jugglers, dancers and gymnasts. അപ്പോൾ റോമിൽ നടക്കുന്ന ഗെയിംസ് അല്ലെങ്കിൽ ലുഡി റൊമാനി മീൻപി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഷവർമയിലൊക്കെ പറയുന്ന ഒരു ചപ്പാത്തി പോലെയുള്ള സംഭവം റൊമാനി റൊട്ടി എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ, പേര് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ റോമൻ ഗെയിംസ് ഓർ ലുഡി റൊമാനി വാസ് എ പ്ലാറ്റ്ഫോം ഫോം. അപ്പോൾ അവിടെ അങ്ങനെയുള്ള റോമിലുള്ള ഗെയിംസിലൊക്കെയാണ് ഈ ആക്ടേഴ്സ്, ഈ ജോക്കേഴ്സ്, ഓരോ സർക്കസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഗെയിംസിലൊക്കെ. ദ ലുഡി ഫ്ലോറൽസ് വാസ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 3rd century BC. These festivals gradually provide space for the performance of the play. അങ്ങനെ ഈ ഒരു ലുഡി ഫ്ലോറൽസ് എന്നുള്ള ആ ഒരു ഗെയിംസ്, ആ ഒരു
പാർട്ട് ഓഫ് പ്ലേ ആണ്. അതൊരു 3rd സെഞ്ചുറിയിൽ അവസാനിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ, ഇതിന് നമ്മൾ പറയുന്നത് ഈ ഒരു ക്ലാസിക്കൽ ഡ്രാമ, ക്ലാസിക്കലായിട്ടുള്ള ഡ്രാമകളുടെ അവസാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The forms of performance were questioned with the advent of Christianity. അത് പറഞ്ഞത് റോം നിങ്ങൾക്ക് അറിയാലോ, അതൊരു ക്രിസ്ത്യൻ നാഷനാണ്. അവിടെ പള്ളികളാണ് കൂടുതൽ, ഈ മാർപ്പാപ്പ ക്രിസ്ത്യൻസിന്റെ വിശ്വാസങ്ങളൊക്കെയാണ് കൂടുതൽ. അപ്പോൾ ഡ്രാമാസ് ഒക്കെ അവിടെ വന്നു തുടങ്ങിയപ്പോൾ ചില ഡ്രാമകൾ ഈ ക്രിസ്ത്യാനിറ്റിനെ എതിർത്തുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിനേക്ക് എതിർത്തുകൊണ്ടുള്ള ഡ്രാമകൾ അവിടെ വന്നു തുടങ്ങി. അങ്ങനെ അവിടെ തിയേറ്ററൊക്കെ അടച്ചു തുടങ്ങിയതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലീഡിങ് ടു ദ ബാനിങ് ഓഫ് തിയേറ്റേഴ്സ് ഇൻ റോം. അതൊക്കെ കാരണം അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്ന്, ചർച്ചൊക്കെ ആയിട്ട് ഇഷ്യൂസ് വന്ന് തിയേറ്ററുകൾ പതിയെ അടയ്ക്കാൻ തുടങ്ങി. തിയേറ്റേഴ്സ് വെയർ ഷട്ട് ഡൗൺ ബൈ ജസ്റ്റിനിയൻ ഇൻ 526 AD. അങ്ങനെ 1206 AD ടൈം പീരീഡിൽ ജസ്റ്റിനിയൻ എന്നുള്ള ഒരു റൂളർ കംപ്ലീറ്റ് ആയിട്ട് തിയേറ്ററുകളെ അടച്ചു പൂട്ടാനായിട്ട് ഓർഡർ ഇട്ടു. ക്ലാസിക്കൽ ഡ്രാമ കെയിം ടു ആൻ എൻഡ് ഇൻ 692 AD. ആ 692 AD ആയപ്പോഴത്തേക്കും ക്ലാസിക്കൽ ഡ്രാമകൾ പൂർണ്ണമായിട്ടും റോമിൽ അവസാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ഇൻ കേസ് ഈ ഒരു 102 BGC 102 എന്നുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ ഒരു 7 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 5 എണ്ണവും ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു 6 എണ്ണവും ഏതെങ്കിലും ഒരു കഥേനെ ആസ്പദമാക്കിയായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ നമ്മളുടെ ഹോമറിന്റെ ഇലിയാഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒഡിപ്പസ് റസ്സിനെ കുറിച്ച്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻ എല്ലാം ഒഡിപ്പസ് റസ്സിൽ നിന്നായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഒഡിപ്പസ് റസ്സിന്റെ സമ്മറി എഴുതുക, മറ്റൊന്ന് ഒഡിപ്പസ് റസ്സിന്റെ ക്യാരക്ടറൈസേഷൻ എഴുതുക, വേറെ ഒന്ന് എങ്ങനെയാണ് ഒഡിപ്പസ് റസ് അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതായി ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാജഡിയിലോട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയാണ് പോയത്. അപ്പൊ തന്നെ 3 ചോദ്യം ഒഡിപ്പസ് റസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ കഥ ആസ്പദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് എഴുതാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് എഴുതാൻ കിട്ടും, 20 മാർക്കിനൊക്കെ ഒരുപാട് കിട്ടും. ഈ റോമൻ കോമഡീനെ കുറിച്ചാണ്, അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു റോമൻ കോമഡീനെ കുറിച്ച് എഴുതാൻ. അതുപോലെ തന്നെ റോമൻ തിയേറ്ററിനെ കുറിച്ച് എഴുതാനും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല 20 മാർക്കിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് എഴുതാൻ പറ്റുമെന്ന്. കാരണം നമുക്ക് ബേസിക് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം റോമിൽ ഈ സമയമാണ് തിയേറ്റർ വന്നത്, 600 ഈ ടൈം പീരീഡിലാണ് തിയേറ്റർ ക്ലോസ് ചെയ്തത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20 മാർക്കിനൊക്കെ ചോദ്യം റോമൻ കോമഡി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. വേറെ കഥയൊക്കെ ആസ്പദയൊക്കെയുള്ള ചോദ്യങ്ങൾ എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് 20 മാർക്കിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വന്നാലും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത് പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റോറിയാണ് പോട്ട് ഓഫ് ഗോൾഡ്, പ്ലോട്ടസിൻ്റെ പോട്ട് ഓഫ് ഗോൾഡ്. അത് ഇനി അടുത്ത് വരുന്ന 3 യൂണിറ്റും പോട്ട് ഓഫ് ഗോൾഡ് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 യൂണിറ്റുകളാണ്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.